Good morning, all. Good morning, ma'am. Good morning, Good morning, ma'am. Yeah. Good morning, everyone. Good morning, teacher. Yeah, good morning. എല്ലാവരും ആയോ ക്ലാസ്സില് എത്തിയോ? Okay. Have you had your breakfast? Yes, ma'am. Yes. Yes, ma'am. Yes, ma'am. Okay. Yes. എല്ലാവരും റെഡി അല്ലേ ഇപ്പോ? Yes, ma'am. റെഡിയാണ്. റെഡിയാണ്. ഓക്കെ. എന്തായിരുന്നു കഴിഞ്ഞ ക്ലാസ്സില്? Which topic we discussed in the previous class? Pronoun. Distributive pronoun. Distributive pronoun. Okay. അതുവരെ എല്ലാവരും ക്ലിയർ ആണോ? Yes, ma'am. ക്ലിയർ ആണ്. Clear ആണ്. Any doubt? No? Okay, all clear. Start ചെയ്യാം. Okay? Let's begin our class. പറയൂ, ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോണൗൺ എന്തായിരുന്നു? അഭിരാമി. അഭിരാമി, can you hear me? അഭിരാമി സുബിൻ. അഭിരാമി ക്ലാസ്സിലുണ്ടോ? Can you hear me? No response. Okay. വിഷ്ണുപ്രിയ, എന്തായാലും മിണ്ടാതെ. ക്ലാസ്സിൽ ഇപ്പൊ ആരൊക്കെയാ ഉള്ളേ? ആരെങ്കിലും ഒരാൾ പറഞ്ഞേ എന്താണ് ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോണൗൺ? പറയൂ, ആരെങ്കിലും ഒരാള്. മാം മലയാളത്തിൽ പറഞ്ഞാൽ മതിയോ? മതി മതി മതി. ഓക്കെ. ഒരു പേഴ്സണെ അല്ലെങ്കിൽ ഒരു തിങ്ങിനെ കീവേഡ്, അതായത് ഈച്ച, എയ്തർ, നെയ്തർ തുടങ്ങിയ കീവേഡ്സ് വെച്ച് യൂസ് ചെയ്ത് നമ്മൾ പറയുന്നതിനെയാണ് ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോണൗൺ എന്ന് പറയുന്നത്. ഓക്കെ, ഇംഗ്ലീഷിൽ പറയാൻ പറ്റുമത്? ട്രൈ ചെയ്ത് നോക്കി. എന്തെങ്കിലും കുഴപ്പമില്ല, തെറ്റട്ടെ. എന്തായാലും മിസ്റ്റേക്ക് വരും, കുഴപ്പമില്ല, പറയോ. നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കുമ്പോ ഒരു കോൺഫിഡൻസ് വേണം അല്ലെ? തെറ്റോ തെറ്റോ എന്ന് ഓർത്തല്ലേ ആരും സംസാരിക്കാത്ത. ആള് പോയോ? പറയാൻ പറ്റോ? നിങ്ങൾക്ക് ഇംഗ്ലീഷ് സംസാരിക്കണ്ടേ? ഗ്രാമർ മാത്രം പഠിച്ചിരുന്നാ മതിയോ? സംസാരിക്കണ്ടേ? എന്താരും വേണ്ടാത്തേ? എല്ലാരും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു എന്ന് പറഞ്ഞു, പിന്നെ ആർക്കും എനർജി ഇല്ല. സംസാരിക്കണം. എന്തോ? യെസ് മാം, ഇംഗ്ലീഷ് സംസാരിക്കണം. സംസാരിക്കണം. അപ്പൊ സംസാരിക്കൂ. ചോദിക്കൂ, ആരോടെങ്കിലും ചോദിച്ചേ എങ്ങനെ ഉണ്ടായിരുന്നു ദിവസം ലഞ്ച്, ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ? ചോദിച്ചു ആരോടെങ്കിലും. ആരാ? സംസാരിക്കൂ രണ്ടുപേര് പരസ്പരം. Do you have breakfast? Do you have? Do you have ഇല്ല. ഞാനിപ്പോ ഞാൻ എന്താ ചോദിച്ചത് നിങ്ങളോട്? അപ്പൊ ശ്രദ്ധിച്ചില്ലേ? ഞാൻ എന്താ ചോദിച്ചേ? ഞാൻ നിങ്ങളോട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ എന്ന് ചോദിച്ചോ? Have your breakfast. Have your breakfast. Have you? Breakfast. Have you breakfast ആണോ? Have you had your breakfast? Yeah, correct അല്ലേ? അങ്ങനെയാണ് ചോദിക്കേണ്ടത്. ഓക്കെ,
ഡു അല്ലേ, ഡു യു അല്ല നമ്മൾ യൂസ് ചെയ്യാം. ഹാവ് യു ഹാഡ് യുവർ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് ചോദിക്കണം. ഓക്കെ, ഒരു കാര്യം മനസ്സിലായില്ലേ? അപ്പോ മിസ്റ്റേക്ക് വരുത്തരുത്. ചോദിക്കൂ, എല്ലാവരും സംസാരിച്ചേ, ചോദിച്ചേ പരസ്പരം എല്ലാവരും. നസീമ, നസീമ ഒന്ന് ചോദിച്ചേ. നസീമ കേൾക്കുന്നില്ലേ? എന്തായാലും ഉണ്ടാക്കേ. നസീമിന് ഇതിൽ കാണാം, പക്ഷെ എന്താ ഓൺലൈൻ ഉണ്ട്, പക്ഷെ എന്താ സംസാരിക്കാത്തെ? കേൾക്കുന്നില്ലേ? Have do breakfast. ഹാവ് യു സംസാരിക്കൂ. ഹാവ് യു ഹാഡ് യുവർ ബ്രേക്ക്ഫാസ്റ്റ് ചോദിക്കൂ. Have you breakfast? ഹാവ് യു ഹാഡ് യുവർ ബ്രേക്ക്ഫാസ്റ്റ്. Have you had your breakfast? ഹാവ് യു Have ഹാഡ് you had your breakfast? ബ്രേക്ക്ഫാസ്റ്റ്. ചോദിക്കൂ ചോദിക്കൂ. Have you had your breakfast? ഒന്ന് കറക്റ്റ് സംസാരിച്ച് ഫ്ലുവൻസി വരും. നിങ്ങൾ പേടിച്ചിരിക്കണ നിങ്ങൾക്ക് ഒരിക്കലും ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റില്ല. തെറ്റിക്കോട്ടെ, ഇവിടെ എല്ലാവരും ഇംഗ്ലീഷ് പഠിക്കാൻ വന്നിരിക്കുന്നവരാ, എല്ലാവർക്കും മിസ്റ്റേക്ക് വരും ഇല്ലേ? ഇവിടെ ചിലപ്പോൾ എനിക്കും മിസ്റ്റേക്ക് വരാം, കാരണം നമ്മൾ ആരും ഇംഗ്ലീഷ് അത്ര പെർഫെക്റ്റ് ആയിട്ട് സംസാരിക്കുന്നവരല്ല. ഓക്കെ, നമ്മൾ ഇപ്പോഴും ഞാനും ഇംഗ്ലീഷ് പഠിച്ചോണ്ടിരിക്കുക, ഒരിക്കലും ഞാനും പെർഫെക്റ്റ് അല്ല. ഓക്കെ, അപ്പോ ആരും പെർഫെക്റ്റ് അല്ല, എല്ലാവർക്കും മിസ്റ്റേക്സ് വരും. മിസ്റ്റേക്സിലൂടെ മാത്രമേ നമുക്ക് എന്താ ഇംഗ്ലീഷ് പഠിക്കാൻ പറ്റുള്ളൂ. ഇപ്പോ നിങ്ങൾക്കത് ഞാൻ പറഞ്ഞപ്പോ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് തോന്നി, ഹാവ് യു ഹാഡ് യുവർ ബ്രേക്ക്ഫാസ്റ്റ് അല്ലേ? അപ്പൊ നിങ്ങൾ വിചാരിക്കും എനിക്കും പറയാൻ പറ്റും എന്നല്ലേ വിചാരിച്ചേ. പക്ഷെ ഇത് പറഞ്ഞപ്പോ നിങ്ങൾക്ക് മനസ്സിലായില്ല, ഒരു ഫ്ലുവൻസി അവിടെ കിട്ടുന്നില്ല. ശരിയല്ലേ? കിട്ടിയോ ആർക്കെങ്കിലും ഫ്ലുവൻസി? ഇല്ല ഇല്ല ഇല്ല. നിങ്ങൾ വിചാരിക്കുന്നുണ്ട് എനിക്കും അതങ്ങനെ ചോദിക്കാൻ പറ്റും, ഒരാളെ കണ്ടാൽ എനിക്കത് പെട്ടെന്ന് ചോദിക്കാൻ പറ്റും നിങ്ങൾ വിചാരിക്കും. പക്ഷെ അത് പ്രാക്ടിക്കലിൽ വരുമ്പോ എന്താ, നിങ്ങൾക്ക് ടെൻഷൻ വരും. ചിലപ്പോ മലയാളത്തിൽ പറയാൻ കുറച്ച് വെള്ളി എന്തെങ്കിലും വീഴും അല്ലേ? ആ ഒരു ടെൻഷൻ വരും അല്ലെ? അപ്പൊ നിങ്ങൾ എന്താ സംസാരിക്കുക. ഇപ്പൊ ആരോടെങ്കിലും നിങ്ങൾക്ക് മക്കളുണ്ടെങ്കിൽ മക്കളോട് പറയാ, ചോദിക്കുക. കാരണം നിങ്ങൾക്ക് പഠിക്കണം എന്തായാലും. അപ്പൊ ഒരാളോട് ചോദിച്ചാലേ നിങ്ങൾക്ക് അത് പഠിക്കാൻ പറ്റുള്ളൂ, ആരുടെങ്കിലും സംസാരിച്ചാലേ നിങ്ങൾക്ക് അത് പഠിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ സെൽഫായിട്ട് ചിലപ്പോ ഒരു കണ്ണാടിന്റെ മുന്നിൽ പോയിട്ട് മിററിന്റെ ഫ്രണ്ടിൽ പോയിട്ട് സംസാരിച്ച് നമ്മുടെ നാക്ക് വഴങ്ങണം. ഇംഗ്ലീഷ് ആയിട്ട് നാക്ക് വഴങ്ങണം, എന്നാലും നമുക്ക് ആ ടെൻഷൻ ഫ്രീ ആയിട്ട് നമുക്കൊന്ന് സംസാരിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, ഒന്നുകൂടെ പറഞ്ഞ എല്ലാവരും ട്രൈ ചെയ്യും. ഫസ്റ്റത്തേലോ സെക്കൻഡിലും മിസ്റ്റേക്ക് വരും. Have you had your breakfast? Have you had your breakfast? Have you Have you had a breakfast? Have you had your breakfast? ഓക്കെ, പറയാത്തവർ പറയൂ ഇനി. Have you had your breakfast? Have you had your breakfast? Have you had പറഞ്ഞു നോക്കിയ. ഓക്കെ, Have you had your breakfast? ഓക്കെ, Have you had your breakfast? ക്ലിയർ ആയോ? ഇപ്പൊ ക്ലിയർ ആയോ അത് പറഞ്ഞപ്പോ? Yes, ma'am. അപ്പൊ ട്രൈ ചെയ്യാം. ഓക്കെ, തെറ്റും എന്തായാലും മിസ്റ്റേക്ക് വരും, പക്ഷെ ട്രൈ ചെയ്യാം. ആരും ഫസ്റ്റ് ബിഗിനിങ്ങിൽ തന്നെ പെർഫെക്റ്റ് ആവില്ല. നമ്മള് ഇപ്പൊ ചെറുതിലെ തന്നെ കുഞ്ഞു വാവുകളൊക്കെ ഉണ്ടാവില്ല, അവര് ജനിക്കുമ്പോ തന്നെ ഓടിച്ചാടി നടക്കോ? ഇല്ലല്ലോ, വീണേ പഠിക്കുള്ളൂ. അപ്പൊ നമ്മളും പറയൂലേ, മക്കളോട് നമ്മൾ പറയും വീണാലേ പഠിക്കുള്ളൂ ഇല്ലേ? അതുപോലെ തന്നെയാണ് നമ്മളോടും അല്ലെ? ഇംഗ്ലീഷ് എന്താ, തെറ്റിയാലേ പഠിക്കുള്ളൂ. മലയാളം നമ്മൾ പഠിച്ചത് എങ്ങനെയാ കുഞ്ഞിലെ? മക്കളോട് ചോദിക്കും, മക്കളിപ്പോ പറയാനുണ്ടാവില്ലേ? തെറ്റായിരിക്കും പറയാ, പക്ഷെ തെറ്റിലൂടെ നമ്മൾ എന്താ പഠിക്കും അല്ലേ? അപ്പൊ ഫസ്റ്റ് തന്നെ പിടിച്ചു അല്ലെ? ഹാവ് യു ഹാഡ് യുവർ ബ്രേക്ക്ഫാസ്റ്റ്. ഓക്കെ, അപ്പോ ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോണൗൺ ക്ലാസ്സിലേക്ക് പോയാൽ നമുക്ക് ഓരോ ദിവസവും സംസാരിക്കാൻ പഠിക്കാം എന്തെങ്കിലൊക്കെ ആയിട്ട്. ഓക്കെ, ഓക്കെ മാം. അപ്പൊ എന്താ ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോണൗൺ എന്താ? ഒന്ന് ഇംഗ്ലീഷ് പറയാൻ പറ്റുമോ ആർക്കെങ്കിലും? പറയാൻ പറ്റോ? Distributive pronouns which refers to person or things at a time. Okay. They should followed by a singular verb. Each, ഇത് നോക്കി either, പറയ്. neither. പറയണമല്ലേ? നോക്കി പറയുന്നല്ലേ? നോക്കി പറഞ്ഞാണോ? പറയൂ.
ആരാ പറഞ്ഞേ? നഫീറ നോക്കി പറഞ്ഞാണോ? മാം ഞാനല്ല പറഞ്ഞത്. ഓക്കെ, പറഞ്ഞോളൂ പറയൂ കണ്ടിന്യൂ ചെയ്യൂ. പറയൂ, ആരാ കണ്ടിന്യൂ ചെയ്യൂ, ആരാ പറഞ്ഞേ? പേര് കണ്ടില്ല. Mom, പറയൂ, ആരാ പറഞ്ഞേ? a person or things related to in keywords each other, neither, no one. Each, either, neither, വേറെന്താ പറഞ്ഞു? No one. No one അല്ലെ? അതൊക്കെയാണ് എന്ത് കീവേഡ്സ് അല്ലേ? ഓക്കെ, നമുക്ക് ക്ലാസ് തുടങ്ങാം. എന്നാലേ സ്റ്റാർട്ട് ചെയ്യാം. എല്ലാവർക്കും മനസ്സിലായില്ലേ? സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോ നെക്സ്റ്റ് പ്രോണോൺ ഏതാ? ഇൻഡിഫിനൈറ്റ് പ്രോണോൺ ആണ് അല്ലെ? അതിന്റെ കീവേഡ്സ് എന്തൊക്കെയാ? നൺ, എനിബഡി, എനിത്തിങ്, എവ്രിവൺ, Nobody. സംബഡി, നോബഡി, എവ്രിബഡി അല്ലെ? ഇതൊക്കെയാണ് ഇൻഡിഫിനൈറ്റ് കീവേഡ്സ് അല്ലെ? ജസ്റ്റ് നമുക്ക് കീവേഡ്സ് മാത്രം പഠിച്ചാൽ മതി. കീവേഡ്സ് നോക്കിയാൽ തന്നെ നമുക്ക് ഏത് പ്രോണോൺ ആണെന്ന് മനസ്സിലാവും അല്ലേ? It is. നോട്ട് എല്ലാവർക്കും കിട്ടിയായിരുന്നില്ലേ? കിട്ടിയായിരുന്നു. അപ്പൊ എല്ലാവരുടെ കയ്യിലുണ്ടാവുമല്ലോ. കിട്ടിയായിരുന്നു. ഓക്കെ, കിട്ടിയായിരുന്നു. അപ്പൊ എക്സാമ്പിൾസ് ഒക്കെ നോക്കിയോ? നൺ ഓഫ് ദം ഈസ് ബാഡ് അല്ലേ? അതെന്താ? ഇൻഡിഫിനൈറ്റ് പ്രോണോൺ ആണ് അല്ലേ? വായിക്കൂ, എക്സാമ്പിൾസ് വായിക്കൂ. ആരാ? കിട്ടിയിട്ടില്ല, നോട്ട് കിട്ടിയിട്ടില്ലേ? ആര്യ, എല്ലാവർക്കും കിട്ടിയില്ലേ നോട്ട്? യെസ് മാം, കിട്ടിയിരുന്നു. മാം റെക്കോർഡ് ക്ലാസ് ഉണ്ടായിരുന്നു. ഓക്കെ, ആര്യ നോട്ട് കിട്ടിയിട്ടുണ്ടേ, ക്ലാസ് റൂമിലുണ്ട്. ഓക്കെ, അപ്പൊ ഒന്ന് വായിച്ചേ. ഇൻഡിഫിനൈറ്റ് പ്രോണോൺ എന്താണെന്ന് വായിച്ചേ. ഷജില ഒന്ന് വായിക്കാവോ? ഷജില കേൾക്കുന്നുണ്ടോ? ക്ലാസ്സിലുണ്ട്, പക്ഷെ എന്താ ആരും സംസാരിക്കാത്തേ? മാം ഞാൻ വായിക്കാം. ഓക്കെ, The pronouns which refers to persons or things in general that do not point out anyone or anything in particular. None, anybody, anything, everyone, somebody, nobody, everybody, one, some, etc. ഓക്കെ. അനുവിന് ഇതിൽ നിന്ന് എന്താ മനസ്സിലായേ? ഒന്ന് പറഞ്ഞെടുക്കാവോ എല്ലാവർക്കും? എന്താ മനസ്സിലായേ? ഒരു പേഴ്സണെ അല്ലെങ്കിൽ ഒരു തിങ്ങിനെ വെച്ച് ജനറൽ ആയിട്ട് നമ്മൾ പറയുന്നതിനാണ് ഇൻഡിഫിനിറ്റ് പ്രൊനൗൺസ് എന്ന് പറയുന്നത്. ജനറൽ ആയിട്ട് പറയുന്ന അതിനെ പോയിന്റ് ഔട്ട് ചെയ്യാതെ പറയുന്നതാണ് അല്ലെ? അതാണ് ഇൻഡിഫിനൈറ്റ് പ്രൊനൗൺ എന്ന് പറയുന്നത്. എല്ലാവർക്കും മനസ്സിലായോ? ഒന്ന് കമന്റ് ചെയ്യാവോ? എന്തെങ്കിലും മനസ്സിലായോ? എന്താ ഇൻഡിഫിനൈറ്റ് എന്താ പറയാ? പേഴ്സണെയോ തിങ്കിനെയോ ജനറൽ ആയിട്ടോ ഒന്നിനെയും പോയിന്റ് ഔട്ട് ചെയ്യാതെ പറയുന്നതാണ് എന്ത്? ഇൻഡിഫിനൈറ്റ് പ്രോണോൺ എന്ന് പറയുന്നത് അല്ലേ? ഓക്കെ, ഇത് കൂടാതെ എക്സാമ്പിൾസ് വേണോ? വൺ മസ്റ്റ് ഡു വൺസ് ഡ്യൂട്ടീസ്, ഇതൊക്കെ ഇവിടെ കൊടുത്തിരിക്കുന്ന എക്സാമ്പിൾസ് മതിയോ? അല്ലാതെ എക്സാമ്പിൾസ് ഇനി വേണോ? നമുക്ക് 2-3 പറഞ്ഞു പോമോ? ഓക്കെ, ഇപ്പോ എല്ലാവരുടെ കയ്യിൽ നോട്ടില്ല, അപ്പൊ നീ എക്സാമ്പിൾസ് വായിക്കണ്ടല്ലോ. ഞാൻ നോട്ടില്ല എല്ലാവരുടെ കയ്യിലും വായിക്കണ്ടല്ലോ. വായിക്കണോ? നൺ ഓഫ് ദം ഈസ് ബാഡ്. എന്താ? നൺ വന്നു അല്ലെ? നൺ വന്നത് കൊണ്ട് എന്താ? ഇൻഡിഫിനൈറ്റ് ആണ്. കാരണം എന്താ? ഒരാളെയും പോയിന്റ് ഔട്ട് ചെയ്ത് പറഞ്ഞിട്ടില്ല. ആരും മോശക്കാരല്ല എന്നാ പറഞ്ഞിരിക്കുന്നത് അല്ലേ? അപ്പൊ ഒന്നിനെയും പോയിന്റ് ഔട്ട് ചെയ്ത് പറഞ്ഞിട്ടില്ല അല്ലെ? വൺ മസ്റ്റ് ഡു വൺസ് ഡ്യൂട്ടി, ഓരോരുത്തരും അവരുടെ ഡ്യൂട്ടീസ് ചെയ്യുന്നുണ്ട് അല്ലെ? ചെയ്യണം എന്നല്ലേ പറയുന്നേ? അപ്പോഴും പോയിന്റ് ഔട്ട് ചെയ്ത് പറഞ്ഞിട്ടില്ല. സം ആർ ബോൺ ഗ്രേറ്റ്, എന്താണ്? കുറച്ച് പേര് എന്താ ബോൺ ഗ്രേറ്റ് എന്താ പറയുക മലയാളം? അതും പോയിന്റ് ഔട്ട് ചെയ്ത് പറഞ്ഞിട്ടില്ല അല്ലെ?
അപ്പോ ഒന്നിനെയും പോയിന്റ് ഔട്ട് ചെയ്ത് പറയാത്തതാണ് എന്ത് ഇൻഡിഫിനൈറ്റ് പ്രോണൗൺ എന്ന് പറയുന്നത്. ജനറൽ ആയിട്ട് എല്ലാവരും കൂടെ ജനറൽ ആയിട്ട് പറയാം അല്ലെ. ഇപ്പൊ ഞാൻ പറയാണ് നിങ്ങൾ എല്ലാവരും നല്ല സ്റ്റുഡൻസ് ആണ്, ആരെയും ഞാൻ പോയിന്റ് ഔട്ട് ചെയ്ത് പറഞ്ഞില്ല അല്ലെ. അപ്പൊ അതെന്താണ്? ഇൻഡിഫിനൈറ്റ് പ്രോണൗൺ ആണ്. ഓക്കെ, എക്സാമ്പിൾ എഴുതിയേ. നോട്ടില്ലേ അവരുടെ കയ്യില്? നോട്ടില്ലേ? Yes, ma'am. ഓക്കെ, എക്സാമ്പിൾ എഴുതിക്കോളൂ. From my point of view, okay, from my point of view, സ്പെല്ലിംഗ് ഇതിൽ പറയണോ? സ്പെല്ലിംഗ് പറയണോ ആർക്കെങ്കിലും? സ്പെല്ലിംഗ് പറയണമെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാവോ? ഞാൻ സ്പെല്ലിംഗ് പറഞ്ഞു പോകാം. From my point of view, all are equal. From my point of view, all are equal. From my point of view. From my point of view, all are equal. എന്റെ കാഴ്ചപ്പാടിൽ നിങ്ങൾ എല്ലാവരും ഈക്വൽ ആണ് എന്നല്ല പറയുന്നേ. എന്തെങ്കിലും പോയിന്റ് ഔട്ട് ചെയ്തിട്ടുണ്ടോ? No. ഇല്ല. അപ്പൊ അതെന്താ? ഇൻഡിഫിനൈറ്റ് പ്രോണൗൺ ആണ്. ഇപ്പൊ സപ്പോസ് ഇതിൽ കീവേഡ്സ് ചിലപ്പോ ഞാൻ തരാത്ത കീവേഡ്സ് ഒക്കെ എക്സാമ്പിൾസിലൊക്കെ വരാം. ഓക്കെ, അപ്പോ സെന്റൻസിന്റെ മീനിങ് നോക്കിയിട്ട് അത് പറയാം, ഏത് പ്രോണൗൺ ആണെന്ന് പറയാം. ഓക്കെ, ചിലപ്പോ എല്ലാ കീവേഡ്സിനും ചിലപ്പോ തന്നെന്ന് വരില്ല, നമുക്ക് സെന്റൻസ് കാണുമ്പോൾ അറിയാലോ. അടുത്ത എക്സാമ്പിൾ എഴുതിയേ. Get both of you. Get both of you. Get both of you. മിസ്സേ ഒന്നുകൂടി പറയോ? കോള് കട്ടായി പോയി. ഏതാണ്? ഫസ്റ്റത്തെ എക്സാമ്പിൾ ആണോ? ഫസ്റ്റ് എക്സാമ്പിൾ ആണോ? ഒന്ന് പറയോ? ഫസ്റ്റ് എക്സാമ്പിൾ ഇപ്പൊ എഴുതിയത് ഫസ്റ്റത്തെ ഏതാ? ഫ്രം പോയിന്റ് ഓഫ് വ്യൂ. ഫ്രം പോയിന്റ് ഓഫ് വ്യൂ, എന്റെ കാഴ്ചപ്പാട് നിങ്ങൾ എല്ലാവരും ഈക്വൽ ആണ്. ഫ്രം പോയിന്റ് ഓഫ് വ്യൂ, ഓൾ ആർ ഈക്വൽ എന്നാ ഞാൻ പറഞ്ഞേ. ഫ്രം പോയിന്റ് ഓഫ് വ്യൂ, ഓൾ ആർ ഈക്വൽ. എല്ലാവരും എഴുതിയില്ലേ ഇത്? Yes, ma'am. എഴുതി. മേഡായി കഴിഞ്ഞിട്ട് Yes, ma'am, എഴുതി. പറഞ്ഞേ. Second one, okay. Get both of you. Get, G-E-T, get both of you. Get both of you out of my classroom. Out of my classroom. Get both of you out of my classroom. എഴുതിയില്ലേ? ഇവിടെയും ഫ്രം ഓക്കെ, ഇവിടെയും ആരെങ്കിലും പോയിന്റ് ഔട്ട് ചെയ്തിട്ടുണ്ടോ? ബോത്ത് ഓഫ് യു എന്നാ പറയുന്നേ അല്ലേ? ഒരാളെയും പോയിന്റ് ഔട്ട് ചെയ്തിട്ടില്ലല്ലോ. പോയിന്റ് ഔട്ട് ചെയ്തോ? ഇല്ല. അപ്പൊ ഇൻഡിഫിനൈറ്റ് പ്രോണൗൺ ആണ്. ഓക്കെ, ബോത്ത്. അവിടെ ബോത്ത് ആണ് ഇൻഡിഫിനൈറ്റ് പ്രോണൗണിലെ കീവേഡ്. ഓക്കെ, നെക്സ്റ്റ് several, SEVERAL. Several people came to the stadium. Several people came to the stadium. Several people came to the stadium to see a match. Several people came to the stadium to see a match.
മിസ് ഈ പോയിന്റിന് തുടക്കം എന്ന് പറയൂ. Several. 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 Several people came to the stadium to see a match. കുറച്ച് ആൾക്കാര് മാച്ച് കാണാൻ സ്റ്റേഡിയത്തിൽ വന്നു അല്ലെ. Several people came to the stadium to see a match. ഇത് എന്താണ്? ഇൻഡിഫിനൈറ്റ് പ്രോണോൺ ആണ്. ബിക്കോസ് എന്താ? There is no ഒന്നിനെയും പോയിന്റ് ചെയ്തിട്ടില്ല. yeah. There is okay. Okay, നമുക്ക് അടുത്തേക്ക് പോവാം. ക്ലിയർ ആയില്ലേ ഇതെല്ലാം? ക്ലിയർ ആണ്. Okay, next നോക്കി. Reciprocal pronoun. The pronoun is used when two or more people do the same thing. അല്ലേ? രണ്ടോ കൂടുതൽ ആൾക്കാര് ഒരേ പ്രവൃത്തി ചെയ്യുന്ന ഒരേ പ്രവൃത്തി ഒരു സമയം ചെയ്യുന്നതാണ് എന്ത്? റെസിപ്രോക്കൽ പ്രോണൗൺ എന്ന് പറയുന്നത്. ഈച്ച് അതർ, വൺ അനദർ ഒക്കെ എന്താ റെസിപ്രോക്കലിന്റെ കീവേഡ്സ് ആണ്. ഓക്കെ, എക്സാമ്പിൾസ് നോക്കി. ടീച്ചർ ആൻഡ് മേരി ഹെൽപ്പ് ഈച്ച് അതർ. രണ്ടുപേരും പരസ്പരം ഹെൽപ്പ് ചെയ്തു അല്ലെ. ഈച്ച് അതർ, വൺ അനദർ ഒക്കെ സെയിം മീനിങ് ആണ്. പരസ്പരം, അന്യോന്യം എന്നൊക്കെ വരാം. ഓക്കെ, അപ്പോ ഒരേ സമയം രണ്ടോ കൂടുതൽ ആൾക്കാര് എന്താ ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ് റെസിപ്രോക്കൽ പ്രോണൗൺ എന്ന് പറയുന്നത്. ഓക്കെ, ദ ടു സിസ്റ്റേഴ്സ് ലവ്ഡ് ഈച്ച് അതർ അല്ലെ. രണ്ടുപേരും എന്താ പരസ്പരം സ്നേഹിക്കുന്നു. ഓക്കെ, കുറച്ച് എക്സാമ്പിൾസ് എഴുതിക്കോളൂ. The two trains, രണ്ട് ട്രെയിൻ. The two trains hit each other. ഇടിച്ചു. Hit each other. Hit, HIT, hit. The two trains hit each other. The two trains hit each other. ഓക്കെ, എഴുതിയില്ലേ? The two trains hit each other. എല്ലാവരും എഴുതിയില്ലേ? നെക്സ്റ്റ്, the boys looked at each other. The boys looked at each other. The boys looked. The boys looked at each other and smiled. The boys looked at each other and smiled. രണ്ട് ആൺകുട്ടികൾ നോക്കി ചിരിച്ചു എന്നല്ലേ മിസ് അതിന്റെ അർത്ഥം? അതെ, പരസ്പരം നോക്കി ചിരിച്ചു. ഓക്കെ, എഴുതിയില്ലേ എല്ലാവരും? ഫിനിഷ്ഡ്? Yes. Okay, next. They are open and honest. They are open and honest. They are open and honest. HONEST, honest. They are open. They are open and honest with one another. They are open and honest with one another. They are open and honest with one another. Yeah, honest ആണ്. And honest. അതെ. They are open and honest with one another.
ഓക്കെ, അവർ പരസ്പരം എന്താ ഓപ്പൺ ആണ്, ഓണസ്റ്റും ആണ് എന്നാണ് പറയുന്നത്. ഓക്കെ, ക്ലിയർ അല്ല അത് എന്താ റെസിപ്രോക്കൽ ക്ലിയർ അല്ല എല്ലാവർക്കും? കഴിഞ്ഞില്ലേ? They are open and honest with one another. Clear അല്ലേ? കഴിഞ്ഞോ? Yes, ma'am. എന്താ പറയൂ? കഴിഞ്ഞായിരുന്നു. കഴിഞ്ഞു. പ്രോബ്ലം മനസ്സിലായില്ലേ? റെസിപ്രോക്കൽ ക്ലിയർ ആയില്ലേ എല്ലാവർക്കും? ക്ലിയർ ആയില്ലേ? പറയൂ, ക്ലിയർ ആയോ? യെസ് മാം. ഓക്കെ, ക്ലിയർ ആണ്. ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? ഡൗട്ട് ഉണ്ടോ? ഡൗട്ട് ഉണ്ടെങ്കിൽ നീ ചോദിക്കൂ. ഡൗട്ട് ഇല്ല? ഓക്കെ, ക്ലിയർ. ഓക്കെ, നെക്സ്റ്റ് ഇൻട്രോഗേറ്റീവ് പ്രോണൗൺ. എന്താ ഇൻട്രോഗേറ്റീവ് പ്രോണൗൺ? പറയൂ ആരെങ്കിലും. ഇൻട്രോഗേറ്റീവ് പ്രോണൗൺ എന്താ? നമ്മൾ ഇതിക്ക് മുന്നേ ഇൻട്രോഗേറ്റീവ് നൗൺ പഠിച്ചിരുന്നോ? പഠിച്ചിരുന്നോ? എന്താ മിണ്ടാത്തി? പറയൂ, എന്താ ഇൻട്രോഗേറ്റീവ് പ്രോണൗൺ? എന്താ? ക്വസ്റ്റ്യൻസ് ആണ്. ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ അതെ, ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ ഉപയോഗിക്കുന്നതാണ് എന്താ ഇൻട്രോഗേറ്റീവ് പ്രോണൗൺ എന്ന് പറയുന്നത്, അല്ലെ? ദിസ് ഇസ് ഓൾസോ കോൾഡ് WH പ്രോണൗൺസ് എന്ന് പറയും. എന്തുകൊണ്ടാ? മെയിൻ ആയിട്ട് ക്വസ്റ്റ്യൻസ് ആയിരിക്കാം, അല്ലെ? വാട്ട്, വിച്ച്, ഹൂം, അല്ലെ? ബൈ, ഹൗ, ഇതൊക്കെയാ എന്താ ഇൻട്രോഗേറ്റീവ് പ്രോണൗണിൽ വരുന്നതാണ്. വാട്ട് ആർ യു ഡൂയിങ്? ഹൂ ഇസ് ദിസ് ബുക്ക്? വിച്ച് ഈസ് ദിസ് ഷോക്ക് ടു ദ കോളേജ്? വേർ ഡു യു ലിവ്? ഹൂ ഇസ് ദിസ്? ഹൂ ഇസ് ദാറ്റ്? അല്ലെ? ഹൂ ആർ യു? അല്ലെ? ഇതൊക്കെ എന്താ ഇൻട്രോഗേറ്റീവ് പ്രോണൗൺ ആണ്. ഓക്കെ, ക്ലിയർ അല്ലേ? മനസ്സിലായോ എല്ലാവർക്കും? Yes, ma'am. മനസ്സിലായി. ഓക്കെ, ഒരാൾ വായിച്ചേ ഇൻട്രോഗേറ്റീവ് പ്രോണൗൺ. ഒരാൾ വായിച്ചേ. They are also called WH pronouns. This pronoun is used to ask questions: who, whom, what, which, whose, etc. Example, anyone? Example. What are you doing? ഇപ്പൊ നമ്മൾ വായിക്കുമ്പോഴേ വാട്ട് ആർ യു, ഞാൻ പറഞ്ഞില്ലേ? വൺ സെക്കൻഡ്. നമ്മള് ഒരു ഇംഗ്ലീഷ് വായിക്കുമ്പോഴേ ഇപ്പോ കറക്റ്റ് ഞാൻ പറഞ്ഞില്ലേ, വിട്ട് വായിക്കരുത് ഇംഗ്ലീഷ്. നമ്മൾ മലയാളം സംസാരിക്കുമ്പോ വിട്ട് നമ്മൾ മലയാളം സംസാരിക്കാറില്ലല്ലോ. ഒരു ഫ്ലുവന്റ് ആയിട്ട് അങ്ങോട്ട് പോകും, അല്ലെ? ഒരു ഫ്ലുവൻസി ഉണ്ടാവും, അല്ലെ? ഇംഗ്ലീഷ് സംസാരിക്കുമ്പോഴും അത് തന്നെ വേണം. ഇപ്പോ വാട്ട് ആർ യു എന്നല്ലേ ചോദിക്കുക. ആ ടീക്ക് അത്രയും കട്ടി കൊടുക്കരുത്. വാട്ട് ആർ യു ഡൂയിങ്? ആ വാട്ടും ആറിയും എന്താ ഒപ്പം പറയാം. വാട്ട് ആർ യു ഡൂയിങ്? ഓക്കെ, അതുപോലെ ഹൂസ് ദിസ് ബുക്ക്? ഹൂസ് ഈസ് ദിസ് ബുക്ക് എന്ന് പറയുന്നത്. ഹൂസ് ദിസ് ബുക്ക്? ഓക്കെ, where do you live? കണ്ടോ? where do you live? നമ്മെന്താ where do you live എന്ന് ചോദിക്കും. പക്ഷെ അങ്ങനെ ചോദിക്കരുത്, നമുക്ക് സംസാരിക്കണം. മെയിൻ ആയിട്ട് നമുക്ക് സംസാരിക്കാൻ വേണ്ടേ. അപ്പൊ എന്താ where do you live? കറക്റ്റ് ആ വേറും ഡൂയും ഒരുമിച്ച് വരാം. ഓക്കെ, ഇനി എല്ലാവരും വായിക്കുമ്പോ അങ്ങനെ വായിക്കണം. ഓക്കെ, പറഞ്ഞതെല്ലാം ക്ലിയർ ആയില്ലേ? ഒന്ന് ട്രൈ ചെയ്ത് നോക്കി എല്ലാവരും. ട്രൈ ഇത് പറഞ്ഞപ്പോ ആരും വായിക്കണില്ലേ? വായിക്കൂ. നമ്മളിപ്പോ നിങ്ങൾക്ക് ഇത് 6 മാസത്തെ കോഴ്സ് അല്ലേ? നമുക്ക് ഈ 6 മാസം കൊണ്ട് നമുക്ക് കറക്റ്റ് ആയിട്ട് ഇംഗ്ലീഷ് ആകും. ഓക്കെ, യാ. Who is this? Next. Who is this book? Yeah. Who is this book? Who's this book? Where are we from? Yeah. Who is this? Where do you live? Where do you live? What are you doing? Okay. Where do you live? Yeah. Where are you? What do you mean? Who's this book?
Yeah. What's your name? What's your name? ഓക്കെ, നെക്സ്റ്റ് ഒരു കാര്യം ഇവിടെ പറയട്ടെ. നമ്മളിപ്പോ ഇംഗ്ലീഷ് മെയിൻ ആയിട്ട് ഒരു ഇമിറ്റേഷൻ ആണെന്ന് പറയാം. നമ്മൾ ഇമിറ്റേറ്റ് ചെയ്യല്ലേ. ഇപ്പോ നമ്മള് എന്താ നമുക്ക് എന്താ ഒരുപാട് ബ്രിട്ടീഷ് ലാംഗ്വേജ് ഉണ്ട്, അമേരിക്കൻ ലാംഗ്വേജ് ഉണ്ട് അല്ലെ. നമ്മള് അവരൊക്കെ ശരിക്കും ഇമിറ്റേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, ഇംഗ്ലീഷ് അങ്ങനെയാണ്. നമുക്ക് സംസാരിക്കുമ്പോൾ നമുക്ക് ഓൾറെഡി നമ്മുടെ മലയാളം സ്ലാങ് കടന്നു വരരുത്, ആ രീതിയിൽ സംസാരിക്കാൻ നോക്കുക. പക്ഷെ ആർ യു ഡൂയിങ് അല്ലെ, ആ ഒരു ടോൺ മാറ്റാൻ നോക്കുക. നിങ്ങൾ സ്വന്തമായിട്ട് സെൽഫായിട്ടൊന്ന് സംസാരിക്കാൻ ഇപ്പോ തന്നിരിക്കുന്ന നോട്ട്സ് ആയാലും വായിക്കുക. ഇപ്പോ ഇന്ന് വായിക്കുന്ന പോയായിരിക്കും നിങ്ങൾ രണ്ടാമത്തെ ദിവസം വായിക്കുക. ഓരോ ദിവസം കൂടുന്തോറും ഇമ്പ്രൂവ് ആയിക്കൊണ്ടേയിരിക്കുള്ളൂ. ഓക്കെ, വായിക്കുമ്പോൾ നമുക്ക് എന്താ കറക്റ്റ് ആയിട്ട് പ്രൊണൗൺസിയേഷൻ കിട്ടും. ഇപ്പൊ എന്തെങ്കിലും മിസ്റ്റേക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും വേർഡ് മിസ്റ്റേക്ക് തോന്നുന്നുണ്ടെങ്കിൽ അപ്പൊ തന്നെ ഗൂഗിൾ എടുക്കുക, കറക്റ്റ് പ്രൊണൗൺസിയേഷൻ നോക്കുക, സെർച്ച് ചെയ്യുക, എന്താണ് പ്രൊണൗൺസിയേഷൻ എന്ന് കേൾക്കുക ഫസ്റ്റ്. ഓക്കെ, എന്നിട്ട് അതുപോലെ പ്രൊണൗൺസ് ചെയ്യാൻ പഠിക്കുക. അത് മനസ്സിലാക്കി വെക്കരുത്, പറയണം. ഓക്കെ, സെറ്റ് ലൗഡ്ലി, സംസാരിക്കുക, ഉറക്കെ പറയാ. ആ ടോൺ കറക്റ്റ് ആവുന്നത് വരെ മിററിൽ നോക്കിയോ ഒറ്റയ്ക്കിരുന്നോ എങ്ങനെ വേണമെങ്കിലും സംസാരിക്കാം. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളിൽ തന്നെ ഒരു കോൺഫിഡന്റ് വരും. ഓക്കെ, ഇപ്പൊ എല്ലാവർക്കും എങ്ങനെയുണ്ട്? എന്തെങ്കിലും ഇമ്പ്രൂവ്മെന്റ് തോന്നുന്നുണ്ടോ കുറച്ചെങ്കിലും സംസാരിക്കുമ്പോ? ഓക്കെ, ഓക്കെ ആണ് എല്ലാവരും? ഓക്കെ, എനിക്ക് എല്ലാവരെയും കൊണ്ട് വായിപ്പിക്കാൻ പറ്റില്ല. നമുക്കിപ്പോ സ്റ്റുഡൻസ് 84 സ്റ്റുഡൻസ് ഉണ്ട്. അപ്പൊ ഓരോരുത്തർക്ക് വായിപ്പിക്കാൻ കുറച്ച് ഇമ്പോസിബിൾ ആണത്. എന്നാലും നമുക്ക് ട്രൈ ചെയ്യാം. ഓക്കെ, ഇപ്പോ ഇപ്പൊ വായിക്കാൻ ഞാൻ പറഞ്ഞില്ല എന്ന് വിചാരിക്കുക. നിങ്ങൾ സ്വന്തമായിട്ട് ഇപ്പൊ ഓൾറെഡി മ്യൂട്ട് അല്ലേ, മ്യൂട്ട് ചെയ്തിട്ട് നിങ്ങൾ സ്വന്തമായിട്ടൊന്ന് അവിടെ ഇരുന്ന് തന്നെ സംസാരിക്കാം. അപ്പോ ഞാൻ വായിക്കാൻ പറയും, നിങ്ങൾ അവിടെ ഇരുന്ന് വായിക്കുക മാക്സിമം. ഓക്കെ, എല്ലാവരും സെൽഫായിട്ട് ഇംപ്രൂവ് ചെയ്യാൻ ആഗ്രഹത്തോടു കൂടി ശ്രമിക്കുക. ക്ലിയർ അല്ലേ? നമുക്ക് ഒരാളെ കൊണ്ട് വായിപ്പിക്കാം. ആദിഷ് ഉണ്ടോ? ആദിഷ് ഉണ്ടോ? ആദിഷ് കേൾക്കുന്നുണ്ടോ? ക്ലാസ്സിലുണ്ടോ ആദിഷ്? അഞ്ജിത അഞ്ജു ക്ലാസ്സിലുണ്ടോ? അഞ്ജിത അഞ്ജു, കുറെ പേരൊന്നും സംസാരിക്കില്ല ക്ലാസ്സിലുണ്ടെങ്കിൽ. അഞ്ജിത അഞ്ജു, കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. ഓക്കെ, can you read that 8-1 interrogative pronoun? They are also called WH pronouns. This pronoun is used to ask questions: who, whom, what, which, whose, etc. Yeah, examples. What are you doing? Who's this book? Which is the shortcut to the college? Where do you live? Where do you live? Who's this? ഓക്കെ, അപ്പൊ നമുക്ക് ക്ലിയർ അല്ലേ? ഇന്ററോഗേറ്റീവ് ക്ലിയർ അല്ലേ എല്ലാവർക്കും? Yes, miss. എക്സാമ്പിൾസ് വേണോ? എക്സ്ട്രാ എക്സാമ്പിൾസ് വേണോ? Madam, അതിലുണ്ട്. ഓക്കെ, അപ്പൊ എല്ലാവരും എക്സ്ട്രാ എക്സാമ്പിൾസ് തരാം. ഓക്കെ, എല്ലാവരും എഴുതിക്കോളൂ. 2-3 എക്സാമ്പിൾസ് നമുക്ക് എഴുതാം. മിസ് റിലേറ്റീവ് പ്രോണോനാ പറയുന്നത്. ഓ, ഇന്ററോഗേറ്റീവ് ആ പറഞ്ഞ, ഇന്ററോഗേറ്റീവ്. ഓക്കെ ഓക്കെ, ക്ലാസ് ശ്രദ്ധിക്കുന്നില്ലേ? ശ്രദ്ധിച്ചിരിക്കണേ. നെറ്റ് കട്ടായി പോയതാ. ഓക്കെ. ഇന്ററോഗേറ്റീവ് എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻസ് ആയിരിക്കും മെയിൻലി. ഓക്കെ, നോട്ടില് വായിക്കാൻ ശ്രമിക്കാം. ഓക്കെ, ക്ലിയർ ആയിക്കോളൂ കേട്ടോ. കുറച്ച് എക്സാമ്പിൾസ് എഴുതിക്കോളൂ. Which is the world's largest city? Which is the world's largest city? Which is the world's largest city?
ലോകത്തിലെ ഏറ്റവും വലിയ സിറ്റി ഏതാണ്? വിച്ച് ഇസ് ദ വേൾഡ്സ് ലാർജസ്റ്റ് സിറ്റി? വേൾഡ്സ് എഴുതുമ്പോ എന്താ അപ്പോസ്ട്രോഫി എസ് ഇട്ടാലും മതിയെ. WORLD അപ്പോസ്ട്രോഫി എസ്. ഓക്കെ. വിച്ച് ഇസ് ദ വേൾഡ്സ് ലാർജസ്റ്റ് സിറ്റി? ഫസ്റ്റ് എക്സാമ്പിൾ ആണേ. അവിടെ എന്താ വിച്ച് ആണ് അല്ലേ? അപ്പോ അതെന്താ ഇന്റർഗേറ്റീവ് പ്രോണൗൺ ആണ്. ദിസ് ഇസ് എ ക്വസ്റ്റ്യൻ. ഓക്കെ. ഇറ്റ്സ് കോൾഡ് ഇന്റർഗേറ്റീവ് പ്രോണൗൺ. നെക്സ്റ്റ് എക്സാമ്പിൾ ആരെങ്കിലും പറഞ്ഞേ? എല്ലാവർക്കും പറഞ്ഞു കൊടുക്കൂ. അനാമിക, അനാമിക കേൾക്കുന്നുണ്ടോ? What do you mean? What's your name? Yeah. Reja. Reja. Okay. Example എഴുതിക്കോളൂ. പറയൂ, എക്സാമ്പിൾ പറയൂ. What do you mean? What do you mean? What do you Mean. നിങ്ങൾ എന്താണ് ഉദ്ദേശിച്ചത്? What do you mean? Okay, okay. Correct ആണ്. What do you mean? Clear. അപ്പൊ ഇന്റർഗേറ്റീവ് ക്ലിയർ അല്ലേ? നെക്സ്റ്റ് നമുക്ക് നോക്കാം. റിലേറ്റീവ് പ്രോണൗൺ. റിലേറ്റീവ് പ്രോണൗൺ എന്താ? റിലേറ്റീവ് പ്രോണൗൺസ് ആർ യൂസ്ഡ് ടു റിലേറ്റ് വൺ പാർട്ട് ഓഫ് ദ സെന്റൻസ് ടു അനദർ. എന്താ കീവേഡ്സ് ഏതൊക്കെയാ? വിച്ച്, വെയർ, വെൻ, വൈ, വാട്ട്, ഹൂം. എന്താ ഇത് നമ്മൊരു സെന്റൻസിനെ ഫസ്റ്റ് പാർട്ടിനെ എന്താ സെക്കൻഡ് പാർട്ടിലേക്ക് റിലേറ്റ് ചെയ്യുന്നതാണ് അല്ലെ? അതാണ് റിലേറ്റീവ് പ്രോണൗൺ. റിലേറ്റീവ് പ്രോണൗൺ എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലാക്കാം അത് എന്താ ഫസ്റ്റ് പാർട്ടിനെ സെക്കൻഡ് പാർട്ടായിട്ട് റിലേറ്റ് ചെയ്യുന്ന, കണക്ട് ചെയ്യുന്ന ഒന്നാണ്. ഓക്കെ. എക്സാമ്പിൾസ് നോക്കിയേ. ദിസ് ഇസ് ദ ലേഡി. അവിടെ എന്താ ഹൂ അല്ലെ? ഈ ഹൂ ഓർ ദാറ്റ് ഹെൽപ്ഡ് മീ അല്ലെ? എന്താ ഈ ലേഡിയാണ് എന്താ എന്നെ സഹായിച്ചതെന്നാ പറയാ. അപ്പൊ ഈ ഹൂ ദാറ്റ് ഇവിടെ എന്താ റിലേറ്റീവ് പ്രോണൗൺ ആണ്. കാരണം ദിസ് ഇസ് ദ ലേഡി എന്ന ഫസ്റ്റ് സെന്റൻസിനെ ഹെൽപ്ഡ് മീ എന്ന് പറഞ്ഞ സെക്കൻഡ് സെന്റൻസുമായിട്ട് കണക്ട് ചെയ്യുന്ന ഒന്നാണ് എന്ത്? ഈ ഹൂ ഓർ ദാറ്റ് അല്ലെ? അപ്പൊ എന്താ ദിസ് ഇസ് ദ ലേഡി ഹൂ ഹെൽപ്ഡ് മീ എന്ന് പറയാം, അല്ലെങ്കിൽ ദിസ് ഇസ് ദ ലേഡി ദാറ്റ് ഹെൽപ്ഡ് മീ എന്ന് പറയാം. ഓക്കെ. അപ്പൊ റിലേറ്റീവ് പ്രോണൗൺ എന്താണ്? പറയൂ, ആരെങ്കിലും പറയൂ, പറയൂ. Relative pronouns are used to relate one part of the sentence to another. That, which, where, when, why, what, whom, etc. ക്ലിയർ അല്ലേ എല്ലാവർക്കും? സെന്റൻസിനെ റിലേറ്റ് ചെയ്യുന്നതാണ് എന്ത്? റിലേറ്റീവ് പ്രോണൗൺ എന്ന് പറയുന്നത്. എക്സാമ്പിൾസ് നോക്കൂ. ഇവിടെ ഹൂ, ഹൂം, ദാറ്റ് ഇത് എന്തിനേക്കാ യൂസ് ചെയ്യാം? പീപ്പിൾ അല്ലെ? ആൾക്കാരെയാണ് ഈ ഹൂ, ഹൂം, ദാറ്റ് വെച്ച് നമ്മ യൂസ് ചെയ്യാം. നോക്കിയ സെന്റൻസിൽ സബ്ജക്റ്റ് ഒക്കെ എന്താ ചിലപ്പോ പീപ്പിൾസ് ആവും അല്ലെ? പേഴ്സൺ ആണെങ്കിൽ നമുക്ക് അവിടെ ഹൂം ഓർ ദാറ്റ് വെച്ചിട്ട് എന്താ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. ദീസ് ആർ ദ പീപ്പിൾ ഡാഷ് ബോട്ട് ദ ഹൗസ്. അവിടെ നമുക്ക് ഹൂ അല്ലെങ്കിൽ ദാറ്റ് നമുക്ക് അവിടെ യൂസ് ചെയ്യാം അല്ലെ? ദീസ് ആർ ദ പീപ്പിൾ ഹൂ ഓർ ദാറ്റ് ബോട്ട് ദ ഹൗസ്. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? യെസ് മാം. ഓക്കെ. നെക്സ്റ്റ് എക്സാമ്പിൾ നോക്കിയേ. ഷീ ഈസ് ദ ഗേൾ whom I helped yesterday. She's the girl whom I helped yesterday. ഈ പെൺകുട്ടിയാണ് ഞാൻ ഇന്നലെ സഹായിച്ചത്. ഓക്കെ. അപ്പൊ അവിടെ എന്താ? ഹൂം എന്താ? റിലേറ്റീവ് പ്രോണൗൺ. അവിടെ ഹൂം എന്ന് പറയുന്നത് റിലേറ്റീവ് പ്രോണൗൺ ആണ്. എന്തുകൊണ്ടാണ്? അവിടെ ഒരു പേഴ്സൺ ആയതുകൊണ്ട്. ഷീ ഈസ് ദ ഗേൾ ഹൂം ഐ ഹെൽപ്ഡ് ഈച്ച് അതർ. അവിടെ പേഴ്സൺ ആയതുകൊണ്ട് അവിടെ എന്താ? അവിടെ ഹൂം യൂസ് ചെയ്തു അല്ലെ? അപ്പൊ ഹൂ ദാറ്റ് അതൊക്കെ എന്താ നമുക്ക് അവിടെ യൂസ് ചെയ്യാൻ പറ്റും അല്ലെ? ഇപ്പൊ നമ്മൾ പറഞ്ഞു പേഴ്സൺ ആണ് വരുന്നതെങ്കിൽ ഹൂ ദാറ്റ് യൂസ് ചെയ്യാന്ന്. അതുപോലെ തന്നെ നോക്കിയേ, ദാറ്റ് ഹൂസ് അത് പേഴ്സണോ ആനിമലോ തിങ്സോ എന്തൊക്കെയാണെങ്കിലും നമുക്കിവിടെ ദാറ്റ് ഹൂസ് ഒക്കെ യൂസ് ചെയ്യാം. ഓക്കെ. ദ ബഞ്ച് ഹൂസ് ലെഗ്സ് ആർ ബ്രോക്കൺ മസ്റ്റ് ബി റിപ്പയർഡ്. എന്താ അവിടെ പറയുന്നത്? എന്താ
ബെഞ്ചിന്റെ കാലൊടിഞ്ഞു അല്ലെ, ബെഞ്ചിന്റെ കാലൊടിഞ്ഞു. ബെഞ്ച് എന്ന് പറയുന്നത് എന്താ, ഒരു തിങ്കാണ്, ഒരു വസ്തുവാണ്. അവിടെ നമ്മൾ എന്താ ഹൂസ് അല്ലെ, ഹൂസ് അവിടെ യൂസ് ചെയ്തു. കാരണം എന്താ, അതൊരു തിങ്കാണ്. അതുകൊണ്ട് എന്താ ഹൂസ് ആഡ് ചെയ്തു. ദ ബെഞ്ച് ഹൂസ് ലെഗ്സ് ആർ ബ്രോക്കൺ മസ്റ്റ് ബി റിപ്പയർഡ് അല്ലെ. അപ്പൊ നമുക്ക് ഹൂസ് എന്തിനൊക്കെ യൂസ് ചെയ്യാം, പേഴ്സണോ അനിമലോ തിങ്സോ ഒക്കെ വരികയാണെങ്കിൽ നമുക്ക് ഹൂസ് ദാറ്റ് യൂസ് ചെയ്യാം. ഓക്കെ, ദിസ് ഈസ് മൈ ഫ്രണ്ട് ഹൂസ് ഫാദർ ഈസ് എ ഡോക്ടർ അല്ലെ. എന്താ, എന്റെ ഫ്രണ്ട്, ഇതാണ് എന്റെ ഫ്രണ്ട്, അവന്റെ അച്ഛൻ എന്താണ്, ഡോക്ടറാണ് എന്നല്ലേ ഇവിടെ പറയുന്നത്. അപ്പൊ ഇവിടെ പേഴ്സൺ വന്നപ്പോ എന്താ, ഇവിടെ നമ്മൾ ഹൂസ് ആഡ് ചെയ്തു അല്ലെ. അവിടെ ഹൂസ് ആണ് എന്ത്, റിലേറ്റീവ് പ്രൊണൗൺ ആയിട്ട് വരാം. ഇവിടെ ശ്രദ്ധിക്കണം എന്ന് വെച്ചാല്, ഇപ്പോ നമ്മൾ പറഞ്ഞില്ലേ ഹൂ ഹൂം ദാറ്റ് ഒക്കെ, അത് പീപ്പിള് അല്ലെ, പേഴ്സൺസിന് വേണ്ടി യൂസ് ചെയ്യാം. അതുപോലെ തന്നെ നോക്കിയേ ഹൂസ്, ഹൂസ് ദാറ്റ് ഒക്കെ എന്താ, അത് പേഴ്സണും അനിമലും തിങ്സിനും വരുമ്പോ യൂസ് ചെയ്യാം. അടുത്ത നോക്കിയേ വിച്ച് ദാറ്റ്, വിച്ചും ദാറ്റും അതുപോലെ തന്നെ എന്താ അനിമലും തിങ്സും വരുമ്പോ എന്തൊക്കെയാ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇതെല്ലാം ഓർത്ത് വെക്കണം. ഓക്കെ, മനസ്സിലാക്കി വെക്കണം. നോക്കിയേ ദിസ് ഇസ് ദ ഡോഗ് വിച്ച് ഓർ ദാറ്റ്, വിച്ച് അല്ലെങ്കിൽ ദാറ്റിനെ കൂടെ യൂസ് ചെയ്യാം അല്ലെ. ഐ ബോട്ട് യെസ്റ്റർഡേ, ഈ ഡോഗിനെയാണ് ഞാൻ ഇന്നലെ വാങ്ങിയത് എന്നാ പറയുന്നത്. അവിടെ നമുക്ക് എന്താ വിച്ച് അല്ലെങ്കിൽ ദാറ്റ് യൂസ് ചെയ്യാം. അപ്പൊ അനിമലും തിങ്കും ആണെങ്കിൽ നമുക്ക് അവിടെ എന്താ ദാറ്റ് അല്ലെങ്കിൽ വിച്ച് നമുക്ക് അവിടെ യൂസ് ചെയ്യാം. ദിസ് ഇസ് ദ കേക്ക് അല്ലെ, സിമിമയുടെ എന്താ അവിടെ വിച്ച് അല്ലെങ്കിൽ ദാറ്റ് യൂസ് ചെയ്യാം അല്ലെ. ഈ കേക്ക് ആ കൊക്കിന്ന് ഒന്നും പറയാം അല്ലെ. അപ്പൊ അവിടെ വിച്ച് അല്ലെങ്കിൽ ദാറ്റ് യൂസ് ചെയ്യാം, ബിക്കോസ് കേക്ക് ഈസ് എ തിങ്ക് അല്ലെ. വാട്ടോ, വാട്ട് നമുക്ക് കൂടുതലും തിങ്സിന് വേണ്ടി യൂസ് ചെയ്യാം. ഓക്കെ, വാട്ട് സൈസ് ഷൂസ് ഡു യു ഹാവ്, ഡു യു ടേക്ക് അല്ലെ. ഷൂ എന്ന് പറയുന്നത് തിങ്ക് ആണ്. ഓക്കെ, ഇത്രയും ക്ലിയർ ആയില്ലേ? കുറച്ച് ഡൗട്ട് ഉണ്ടാകും എന്തായാലും. നമുക്കത് കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആ ഡൗട്ട് ക്ലിയർ ആകും. ഓക്കെ, അതുപോലെ ഇവിടെ നോക്കിയേ നൗണും വെർബും വരെയാണെങ്കിൽ അവിടെ എന്താ ഹൂവാ വരാം അല്ലെ. ഡാഷിന് ശേഷം വെർബും ഡാഷിന് മുൻപ് നൗണും ആണ് വരുന്നതെങ്കിൽ എന്താ അവിടെ ഹൂ ആണ് ആഡ് ചെയ്യാം. ഓക്കെ, നൗൺ പേഴ്സൺ ആണെങ്കിൽ, നൗൺ ഒരു പേഴ്സൺ ആണെങ്കിൽ നൗണിന് ശേഷവും വെർബിന് മുൻപും എന്ത് ആഡ് ചെയ്യണം, ഹൂ ആഡ് ചെയ്യണം. ദ മ്യൂസിഷ്യൻ ഡാഷ് റോട്ട് ദിസ് സോങ്, എന്താ ദ മ്യൂസിഷ്യൻ എന്ന് പറയുന്നത് എന്താ ഒരു പേഴ്സൺ ആണ് അല്ലെ. റോട്ട് എന്ന് പറയുന്നത് ഒരു നൗൺ ആണ്. കുഡ് യു പ്ലീസ് മ്യൂട്ട് ചെയ്യാവോ? ആരാ? ഓക്കെ, മ്യൂട്ട് ചെയ്തു. ഓക്കെ, ആരാ മ്യൂട്ട് ചെയ്യല്ലേ, ക്ലാസ്സിൽ ഡിസ്റ്റർബൻസ് ഉണ്ടാവേ. ഓക്കെ, അപ്പൊ എന്താ നൗണിന് ശേഷവും വെർബിന് മുൻപും അവിടെ എന്താ ഹൂ ആഡ് ചെയ്യണം, എന്ത് പേഴ്സൺ ആണെങ്കിൽ. ഓക്കെ, നെക്സ്റ്റ് എക്സാമ്പിൾ നോക്കി. നൗൺ പേഴ്സൺ അല്ല എങ്കിൽ, ഓക്കെ ഓക്കെ നോക്കി, തേർഡ് നൗൺ പേഴ്സൺ അല്ല എങ്കിൽ അവിടെ വെർബാണ് വന്നെങ്കിലോ അവിടെ എന്താ വിച്ച് ഓർ ദാറ്റ് യൂസ് ചെയ്യണം. ഓക്കെ, പേഴ്സൺ അല്ല, ചിലപ്പോൾ ആനിമൽ ആകാം അല്ലെങ്കിൽ തിങ്ക് ആവാം അല്ലെ. അപ്പൊ അവിടെ എന്താ അതിനുശേഷവും വെർബിന് മുമ്പ് എന്താ വിച്ച് ഓർ ദാറ്റ് യൂസ് ചെയ്യണം. ദിസ് ഇസ് ദ പിക്ചർ വാസ് പെയിന്റഡ് ബൈ രാജാ രവിവർമ്മ. പിക്ചർ എന്ന് പറയുന്നത് എന്താ ഒരു തിങ്ക് ആണ്. അപ്പൊ അവിടെ എന്താ നമുക്ക് വിച്ച് അല്ലെങ്കിൽ ദാറ്റ് യൂസ് ചെയ്യാം. ഓക്കെ, ഇനിയിപ്പോ ഇവിടെ നോക്കിയേ നൗൺ പേഴ്സൺ ആണെങ്കിൽ കൂടെ ഓക്സിലറി വെർബ് ഉണ്ടെങ്കിൽ, ഓക്കെ എന്താ നൗൺ പേഴ്സൺ ആണെങ്കിൽ എന്താ നൗണിന് ശേഷം ഡാഷിന് മുൻപ് നൗൺ പേഴ്സൺ ആണെങ്കിൽ എന്താ ഡാഷിന് ശേഷം ഒരു ഓക്സിലറി വെർബ് കൂടെ ഉണ്ടെങ്കിൽ എന്താ അവിടെ ഹൂ ആഡ് ചെയ്യണം. ഓക്കെ, ദ മാൻ എന്ന് പറയുന്നത് പേഴ്സൺ ആണ്. ഈസ് എന്ന് പറയുന്നത് എന്താ ഒരു ഓക്സിലറി വെർബാണ് അല്ലെങ്കിൽ ഹെൽപ്പിംഗ് വെർബാണ്. അപ്പൊ എന്താ ദ മാൻ ഡാഷ് ഈസ് സിംഗിങ് ഇൻ ഈസ് ദിവ്യാസ് ഫാദർ അല്ലെ. ആ പാട്ട് പാടുന്നത് ആരാണ്? ദിവ്യയുടെ അച്ഛനാണ്. ഓക്കെ, ദ മാൻ. അപ്പൊ അവിടെ എന്താ വരാ ഹൂ ആണ് വരാ. കാരണം എന്താണ്, ദ മാൻ എന്ന് പറയുന്ന ഒരു പേഴ്സൺ ആണ്, അവിടെ ഈസ് എന്ന് പറയുന്ന ഓക്സിലറി വെർബ് ആണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ അവിടെ എന്താ ആഡ് ചെയ്യാം, ഹൂ ആഡ് ചെയ്യണം. ഓക്കെ, നെക്സ്റ്റ് നോക്കിയേ നൗൺ. ഇവിടെ ഡാഷിന് ശേഷം നൗൺ ആണ് വരുന്നതെങ്കിൽ, ഡാഷിന് ശേഷം നൗൺ ആണ് വരുന്നതെങ്കിൽ
ഓക്കെ, ജപ്പാൻ ഇസ് എ കൺട്രി ഡാഷ് സിറ്റിസൺ. ഈ സിറ്റിസൺ എന്ന് പറയുന്നത് എന്താ, ഒരു നൗൺ ആണ്. അപ്പൊ അവിടെ എന്താ വരാ, ഹൂസ് അല്ലെ, ഹൂസ് ആഡ് ചെയ്യണം. ജപ്പാൻ ഇസ് എ കൺട്രി ഹൂസ് സിറ്റിസൺസ് ആർ വെരി ഹാർഡ് വർക്കിംഗ്. അവിടുത്തെ സിറ്റിസൺസ് എന്താ, ഹാർഡ് വർക്കിംഗ് ആണ് അല്ലെ എന്നാണ് പറയുന്നത്. അപ്പൊ ഇവിടെ എന്താ, നൗണിന് മുൻപ് ആണ് ഡാഷ് വരുന്നതെങ്കിൽ അവിടെ ഹൂസ് ആഡ് ചെയ്യണം. നെക്സ്റ്റ് എക്സാമ്പിൾ നോക്കി, ഡു യു നോ ദ ബോയ് ഡാഷ് മദർ ഇസ് എ നേഴ്സ്. മദർ എന്ന് പറയുന്നത് എന്താ, അവിടെ ഒരു നൗൺ ആണ് അല്ലെ. അപ്പൊ എന്താ, അവിടെ ഹൂസ് ആണ് ആഡ് ചെയ്യേണ്ടത്. ഓക്കെ, ക്ലിയർ ആണോ എല്ലാവർക്കും? നോട്ട് ചെയ്ത് വെക്കണേ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കും, ക്ലിയർ ചെയ്യാം. ഓക്കെ, ഇപ്പൊ നമ്മൾ ഡാഷിന് ശേഷം നൗൺ പറഞ്ഞു. ഇനിയിപ്പോ ഡാഷിന് ശേഷം പ്രോണൗൺ ആണ് വരുന്നെങ്കിലോ whom ആണ് ആഡ് ചെയ്യണ്ടേ. ഓക്കെ, എക്സാമ്പിൾ നോക്കി, ദ സ്റ്റുഡന്റ് ഡാഷ്. ഐ എന്ന് പറയുന്നത് എന്താ, പ്രോണൗൺ ആണ് അല്ലെ. അപ്പൊ ദ സ്റ്റുഡൻസ് ഡാഷ് ഐ ടീച്ച് ആർ വെരി ഇന്റലിജന്റ്. ഈ ഐ എന്ന് പറയുന്നത് പ്രോണൗൺ ആയതുകൊണ്ട് ഐയുടെ ഫ്രണ്ടിൽ എന്താ വരാ, whom ആ വരാ. ഓക്കെ, പ്രോണൗൺ ആണ് വരുന്നെങ്കിൽ whom യൂസ് ചെയ്യണം. നൗൺ ആണ് വരുന്നെങ്കിലോ whose ആഡ് ചെയ്യണം. ഓക്കെ, നെക്സ്റ്റ് നോക്കിയേ, നൗൺ ഇപ്പൊ പേഴ്സൺ ആണെങ്കിൽ അതിന് കൂടെ ഒരു പ്രപ്പോസിഷൻ കൂടെ ഉണ്ടെങ്കിൽ അതിനുശേഷം എന്താ ആഡ് ചെയ്യണ്ടേ, whom ആണ് ആഡ് ചെയ്യേണ്ടത്. ഓക്കെ, ദ ടീച്ചർ എന്ന് പറയുന്നത് ഒരു നൗൺ ആണ് അല്ലെ, അതൊരു പേഴ്സൺ കൂടിയാണ്. അപ്പൊ എന്താ പ്രപ്പോസിഷൻ, ഇവിടെ പ്രപ്പോസിഷൻ ഏതാ, ഫ്രം ആണ് അല്ലെ. അപ്പൊ പ്രപ്പോസിഷനും കൂടി ഉണ്ടെങ്കിൽ ഇവിടെ എന്താ വരാ, ഡാഷിൽ എന്താ വരാ, whom ആണ് വരാ. ക്ലിയർ, whom ആണ് വരാ. ഓക്കെ, നെക്സ്റ്റ്, നൗൺ ഒരു പേഴ്സൺ അല്ല. സപ്പോസ് പേഴ്സൺ അല്ല എങ്കിലും പ്രപ്പോസിഷൻ കൂടെ വന്നാല് അവിടെ എന്താ, വിച്ച് ആഡ് ചെയ്യണം. ദ ബുക്ക് എന്ന് പറയുന്നത് ഒരു തിങ് ആണ്. പ്രപ്പോസിഷൻ എന്താ ഇവിടെ, ഫ്രം അല്ലെ. അപ്പൊ എന്താ, ഡാഷിന്റെ അവിടെ എന്ത് വന്ന, വിച്ച് വന്ന. ഒരു തിങ് ആണ് വരുന്നെങ്കിൽ അവിടെ വിച്ച് വന്ന. ഓക്കെ, നെക്സ്റ്റ് നോക്കി, സബ്ജക്ട് പേഴ്സൺ തിങ്ക് ഓർ ആനിമൽ. ഇത്രയ്ക്ക് വന്നാൽ എന്താ, അവിടെ ദാറ്റ് യൂസ് ചെയ്യണം. ഓക്കെ, സോറി. ഓക്കെ, സോറി ഗൈസ്, പെട്ടെന്ന് ചുമ വന്നു, അതുണ്ടോ. ഓക്കെ, ലെറ്റ്സ് കണ്ടിന്യൂ. അപ്പൊ എന്താ, പേഴ്സൺ തിങ്ക് ഓർ അനിമൽ ഒക്കെ വന്നാൽ അതിനുശേഷം എന്താ ഉപയോഗിക്കുക, ദാറ്റ് ഉപയോഗിക്കാം. ഓക്കെ, ക്ലിയർ ആയോ? നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസും കൂടെ നോക്കാം. എന്നിട്ട് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണേ. ഇവിടെ എന്താ, രമ ആൻഡ് ഡാഷ് വേർ പ്രസന്റ്. എന്താ വരാ, കയ്യിലുള്ളതിന്റെ ആൻസർ ഒന്നും നോക്കാതെ കറക്റ്റ് ആൻസർ പറയണേ, ആരും നോക്കി പറയരുത്. ഓക്കെ, രമ ആൻഡ് ഡാഷ് വേർ പ്രസന്റ്. ആൻസർ എന്താ, രമ ആൻഡ് ഐ വെയർ പ്രസന്റ്. ഓക്കെ, കറക്റ്റ് ആണ്. രമ ആൻഡ് ഐ വെയർ പ്രസന്റ്. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായില്ലേ? നെക്സ്റ്റ്, ഓക്കെ, ഐ ബ്ലെയിം ഡാഷ് ഫോർ എനി എറേഴ്സ് ഓൺ ദിസ് വെബ്സൈറ്റ്. മൈക്യു, myself. മൈസെൽഫ് ആണ്, കറക്റ്റ് ആണ്. എല്ലാവർക്കും അറിയാലോ, ക്ലിയർ അല്ലേ? കാരണം എന്താ, ഐ ആണല്ലേ, ഐ വരുമ്പോൾ എന്താ, മൈസെൽഫാ വരാം. അപ്പൊ ഇറ്റ് സെൽഫ് ആണെങ്കിൽ ഇവിടെ എന്താ വരാ, ഐക്ക് പകരം എന്താ വരാ,
പറയൂ. ഇറ്റ്സെൽഫ് ആണെങ്കിൽ ഐക്ക് പകരം എന്താ വരിക അവിടെ? പറയൂ. ഇറ്റല്ലേ വരാ? യുവർ സെൽഫ് ആണെങ്കിൽ ഇവിടെ യു ആ വരാ. യു വരും. അടുത്ത നോക്കിയേ, തേർഡ് വൺ. മൈ അങ്കിൾ ഇൻവൈറ്റഡ് മൈ ബ്രദർ ആൻഡ് ഡാഷ് ടു ഡിന്നർ. എന്താ ഒരു ആൻസർ? മൈ അങ്കിൾ ഇൻവൈറ്റഡ് മൈ ബ്രദർ ആൻഡ് ഡാഷ്. മീ. ഓക്കെ, അപ്പൊ ഐയും മീയും ക്ലിയർ ആയില്ല ഇപ്പോ. ഫസ്റ്റ് വണ്ണും തേർഡ് വണ്ണും ക്ലിയർ അല്ലേ എല്ലാവർക്കും? ഇനി ഡൗട്ട് വരികയാലോ? ഓക്കെ, നെക്സ്റ്റ്. ദ മെഷീൻ വിൽ ടേൺ ഓഫ് ബൈ ഡാഷ്. എന്താ? ദ മെഷീൻ വിൽ ടേൺ ഓഫ് ബൈ ഡാഷ്. ആൻസർ എന്താ? ഒരു വസ്തു ആയതുകൊണ്ട് അവിടെ ഇറ്റ്സെൽഫ് ആണ് യൂസ് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് നോക്കിയേ, ഫിഫ്ത് വൺ. ശോഭ ഹേർഡ് ഹെർസെൽഫ് ഈസ് ഏത് പ്രോണൗൺ ആണ്? ശോഭ ഹേർഡ് ഹെർസെൽഫ് ഈസ് പ്രോണൗൺ ഏതാ? റിഫ്ലെക്സീവ്. അല്ല, എംഫറ്റിക് പ്രോണൗൺ. എംഫാറ്റിക് ആണോ റിഫ്ലെക്സീവ് ആണോ? റിഫ്ലെക്സീവ് അല്ലേ? റിഫ്ലെക്സീവ് ആണ്. റിഫ്ലെക്സീവ് ആണ്. എംഫാറ്റിക് ആണെങ്കിൽ എങ്ങനെയാ വരിക? ഐ മൈസെൽഫ് എന്ന് വരും. ഐ മൈസെൽഫ് അല്ലേ? യു യുവർ സെൽഫ് അത് കൂടി വരും. ഇപ്പൊ ഇവിടെ ശോഭ ഹേർഡ് ഹെർസെൽഫ് എന്നാ വരാ അല്ലെ? അതിന് പകരം എന്താ അവിടെ വരാ? എംഫാറ്റിക് ആണെങ്കിൽ എങ്ങനെയാ വരാ? പറയൂ. എംഫാറ്റിക് ആണെങ്കിൽ എങ്ങനെയാ വരാ? ഐ മൈസെൽഫ് ടോൾഡ് ഹിം അല്ലെ? ഐയും മൈസെൽഫ് ഒരുമിച്ച് വരും. അത് എംഫാറ്റിക് ആണെങ്കിൽ. റിഫ്ലെക്സീവ് ആണെങ്കിൽ ഇവിടെ ഹേർട്ട് ശോഭ ഹെർസെൽഫ്. ശോഭ എന്ന് പറയുന്ന സബ്ജക്റ്റും ഹെർസെൽഫ് എന്ന് പറയുന്ന ഒബ്ജക്റ്റും ആണ്. അങ്ങനെ വരും. ഓക്കെ, എംഫാറ്റിക് ആണെങ്കിൽ ഐ ഇപ്പോ സബ്ജക്റ്റും She hurt herself. അതെന്താ? റിഫ്ലെക്സീവ് ആണ്. They themselves did it. They themselves, theyയും themselves ഒരുമിച്ച് വരുമ്പോ എന്താ? അത് എംഫാറ്റിക് ആണ്. ഓക്കെ, ക്ലിയർ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കി. എന്തോ? ഓക്കെ, നെക്സ്റ്റ് സിക്സ്ത് വൺ. പോൾ lives ഡാഷ് ഇൻ കാനഡ. lives ഒരു പ്ലേസ് ആ പറയുന്നത്. പോൾ lives ഡാഷ് ഇൻ കാനഡ. ഓക്കെ, സംവെയർ ആണല്ലേ? ഓക്കെ, ക്ലിയർ. സെവൻത് വൺ നോക്കിയേ. ഡാഷ് കെയിം ഹിയർ യെസ്റ്റർഡേ. ഡാഷ് കെയിം ഹിയർ യെസ്റ്റർഡേ. ആരോ വന്നു. ആരോ വന്നു അല്ലെ? ഹു. ഹു ആണ് അവിടെ. നെക്സ്റ്റ് നോക്കിയേ. ഡാഷ് ഈസ് മൈ ഫേവറേറ്റ് ടെഡി ബിയർ. This is my favorite teddy bear. This is my favorite teddy bear. Dash പറയാം. That വേണമെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റുമേ? യൂസ് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് നോക്കിയേ. You can take dash of these two shirts. either ആണ് കറക്റ്റ് ആൻസർ. നിങ്ങൾ ഈച്ചും ഐദറിന്റെ ഒക്കെ മീനിങ് കറക്റ്റ് ആയിട്ട് എവിടെയെങ്കിലും എഴുതി വെക്കണേ. ഈച്ച് എന്ന് പറയുമ്പോ ഓരോന്നും, ഐദർ എന്ന് പറയുന്ന ഒന്നുകിൽ. ഇവിടെ ആൻസർ ഈദർ ആണ്. കാരണം ഏതെങ്കിലും ഒരു ഷർട്ട് എന്നാ പറയാം. ഓക്കെ, can take either of these two shirts. ഈ രണ്ട് ഷർട്ടിൽ ഏതെങ്കിലും ഒന്ന് എടുക്കാനാ പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് 10th one again. Tom is wearing a belt. Dash belt is brown. His belt is brown. Belt is brown. His son. Okay. The doctor from dash we got the prescription is well-known physician. The doctor from dash we got the prescription is well-known physician. ഇവിടെ എന്താ പറയാ? ഇവിടെ എന്താ പറയാ? ഇവിടെ ഒരു പേഴ്സൺ ആണ് വന്നിരിക്കുന്നത്. നൗൺ പേഴ്സൺ ഉണ്ട്,
പ്രപ്പോസിഷൻ ഉണ്ട്. ഒന്ന് പറഞ്ഞേ. യാ, ഹൂമാണ്. ദാറ്റോ? ആരാ ദാറ്റ് പറയണേ? ദാറ്റ് അല്ല, ഹൂമാണ്. അതാ ഞാൻ പറഞ്ഞത്. നമ്മൾ നേരത്തെ പഠിച്ചിരുന്നില്ലേ? ദ ഡോക്ടർ എന്ന് പറയുന്നത് നൗൺ ആണ്. ഈ നൗൺ എന്ന് പറയുന്നത് എന്താ? ഒരു പേഴ്സൺ ആണ് അല്ലെ? അതിന്റെ കൂടെ ഈ ഫ്രം വന്നു അല്ലെ? ഫ്രം എന്ന് പറയുന്നത് എന്താ? പ്രപ്പോസിഷൻ ആണ് അല്ലെ? അങ്ങനെ വന്നാല് എന്താ അവിടെ ഹൂമാണ്. ഓക്കെ, അതുപോലെ തന്നെ ഇവിടെ എന്താ വിയും കൂടി ഉണ്ട്. വി എന്ന് പറയുന്നത് എന്താ? പ്രോണൗൺ ആണ് അല്ലെ? അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോൾ എന്താ അവിടെ യൂസ് ചെയ്യാ? ഹൂമാണ് യൂസ് ചെയ്യാ. ഓക്കെ, ക്ലിയർ അല്ലേ? നെക്സ്റ്റ് നോക്കിയേ, 12th one. Everybody knows Cash enjoys. എന്തോ? ഹൂമിന്റെ മീനിങ് ഒന്ന് പറയൂ. ഹൂമിന്റെ മീനിങ്ങോ? ഹൂമൊക്കെ ആര് എന്നൊക്കെ ഉദ്ദേശിക്കണ തന്നെയാ. ഹൂം, ആരെ എന്നൊക്കെ പറയില്ലേ? ആരെ, ആരെയാണ്, ആരെയാണല്ല ആരെ. ഓക്കെ, 12th one നോക്കിയേ. 12th one. Everybody knows dash favor he enjoys. Whose favor he enjoys. Yeah, whose ആണ്. Okay, next question ഒന്ന് വായിക്കാവോ ആരെങ്കിലും? We always like boys that speak the truth. Speak the truth. Answer പറഞ്ഞോളൂ. Who ആണ്? Yeah, who ആണ്. Correct ആണ്. Yeah, clear അല്ലേ എല്ലാവർക്കും? Who ആണ്, കാരണം എന്താ? പേഴ്സൺ ആണ് അല്ലെ? ബോയ് പേഴ്സൺ ആണ്. Okay, next 14th one ഒന്ന് വായിക്കാവോ? He is a man that you can trust. Yeah, എന്താ വരാ? ഇവിടെ നൗൺ ഉണ്ട്, ഒരു പ്രോണൗൺ ഉണ്ട്. ഏതാ വരാ? Whom. ഹൂമാണ്. Yeah, ഹൂമാണ്. കറക്റ്റ് ആണ്. നെക്സ്റ്റ് 15th one ഒന്ന് വായിക്കാവോ? The puppy dash I rescued was a black one. Yeah, answer Which ആണ്? റീസൺ അതൊരു അനിമൽ ആണ് അല്ലേ? അതെ. നെക്സ്റ്റ് 16th one ഒന്ന് വായിക്കാവോ? The bench dash legs are broken must be repaired. Yeah, answer Whose. ഹൂസ് ആണ്. Yeah, ഹൂസ് ആണ്. Okay, 17th one. Dash are you working for now? Dash are you working for now? എന്താ? What? What? What are you working for now? നിങ്ങൾ എന്നിട്ട് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത്. Okay, next. This is the place dash I live. എന്താ പറയാ? Where I live. Yeah, where ആണ്, because എന്നൊരു പ്ലേസ് ആണ് അവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ where ആ വരാ. Next, here is a book. Here is a book dash contains picture. എന്താ വരാ? Which contains. Which contains. അവിടെ which അല്ലെങ്കിൽ that നമുക്ക് യൂസ് ചെയ്യാം അല്ലേ? Yeah. Next, we saw the dog dash worried the cat. എന്താ വരാ? That. Yeah, because dog is an animal. Dog is animal. Yeah, clear. അപ്പോ pronoun clear അല്ലേ എല്ലാവർക്കും? എല്ലാവരും ഇവിടെ നന്നായിട്ട് വായിക്കുക. മോക്ക് ടെസ്റ്റ് ഉണ്ടാവും കേട്ടോ. ക്ലിയർ അല്ലേ? Yes, ma'am, clear ആണ്. pronoun ക്ലിയർ ആണ്. ഓക്കെ, ഡൗട്ട് ഒന്നുമില്ല എല്ലാവർക്കും? ഇല്ല മാം. ഓക്കെ, ക്ലാസ് എങ്ങനെയുണ്ട്? നമുക്ക് ഇതുപോലെ പോയാൽ മതി മാം. ക്ലിയർ ആവുന്നുണ്ട്. ക്ലിയർ ആവുന്നുണ്ട്. ഓക്കെ, ആർക്കെങ്കിലും ഇനി അതർ ഒപ്പീനിയൻ? PDF നോട്ട് കിട്ടിയിട്ടേ ഇല്ല. കിട്ടിയെന്ന് എല്ലാവരും പറയുന്നുണ്ട്. നിങ്ങളൊന്ന് ചോദിച്ചു നോക്കിയേ. ഗൂഗിൾ ക്ലാസ് റൂമിലെ റെക്കോർഡ് ക്ലാസ്സിന്റെ ഒപ്പമാണ് ഉണ്ടായിരുന്നത്. ഓക്കെ, കിട്ടാത്തവരുണ്ടെങ്കിൽ
ക്ലാസ് റൂമിൽ ഇട്ടിട്ടുണ്ടെന്നാ പറയുന്നത്. ഓക്കെ, മാം ഇനി അടുത്ത ഏതാ എടുക്കുന്നത്? ഇനി വെർബിന്റെ നോട്ട് ഇട്ടിട്ടുണ്ടോ? എന്തോ അടുത്തത് ഏതാ എടുക്കുന്നത് ടോപ്പിക്? അടുത്തത് മേ ബി വെർബായിരിക്കാം. മാം അപ്പൊ നമുക്ക് നോട്ട് മുന്നേ തരുമോ? മുന്നേ തരണോ? പറഞ്ഞു അങ്ങനെ ഓക്കെ, ഞാനൊന്ന് പറഞ്ഞു നോക്കട്ടെ. ഒന്ന് പറയട്ടെ, പറഞ്ഞു നോക്കട്ടെ കേട്ടോ. ഉറപ്പില്ല, പറഞ്ഞു നോക്കട്ടെ എന്ന് പറയുന്നുള്ളൂ. ഓക്കെ മാം. അതിൻ്റെതായ റൂളുണ്ട്, അതുകൊണ്ടാണ് എനിക്കറിയില്ല, ഉറപ്പില്ല. ഓക്കെ മാം. പറഞ്ഞു നോക്കിയിട്ട് നമുക്ക് അറിയാം. ചിലപ്പോ